ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പശയൊക്കെ കാച്ചി വെച്ചിട്ട് കവറൊട്ടിക്കുന്ന വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇത് നമ്മൾ കവറൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ കവറാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫുൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ഒരു ദിവസം 300 കവർ ഇതാണ് കൊണ്ടുവരുന്നത്. 100 100 100 അങ്ങനെ ആക്കിയാണ് കൊണ്ടുതരുന്നത്. നമ്മളൊരു ദിവസം 300 കവർ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമെങ്കിലും അത് ഫുള്ള് നമ്മൾ ഉണക്കിയെടുക്കത്തില്ല. അത് പിറ്റേന്നൊക്കെയുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ മടക്കിയ ശേഷം പശ തേച്ച് കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഇത് 300 കവറും ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് പല സൈസിലൊക്കെ വരുന്ന കവറാട്ടോ. ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെ പല സൈസൊക്കെ ഉണ്ട് കവറിന്. ഇതൊക്കെ ഞാൻ ആദ്യമേ ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. ഇത് ഒട്ടിച്ചപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതിന് ശേഷം അത് അങ്ങനെ ഒട്ടിച്ച് വെച്ച ശേഷം അത് നമ്മൾ രണ്ടാമത് ചെയ്യുന്നതാണ് ഇതുപോലെ കവറിങ്ങനെ മടക്കി എടുക്കും. അതാണ് അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞത് കണക്ക് തന്നെ ഫുൾ കവർ ഇതുപോലെ തന്നെ മടക്കിയെടുത്ത് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് പശ തേക്കാറ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചെടുത്ത ജോലിയാട്ടോ. എനിക്കിത് കവറൊട്ടിക്കാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഉമ്മ ചെയ്യുമായിരുന്നു. ഉമ്മയെ സഹായിച്ചാണ് ഞാനിത് പഠിച്ചെടുത്തത്. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം കൂടുതൽ ഉറങ്ങിയും ഫോണിൽ കളിച്ചും അങ്ങനെയൊക്കെ പോകുന്ന കാരണം വെറുതെ ഇരിക്കുമ്പോൾ ഒരു ജോലി പൈസ കിട്ടും, അങ്ങനെയൊക്കെയുള്ളൊരു 10 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ പശ കൊണ്ടുള്ള ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ് ഇതാണ്. പശ ചുവട്ടിലിങ്ങനെ തേച്ച് കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് നോക്കി. ഇത് പിന്നെ പിറ്റേന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ പിറ്റേന്ന് വെയിലത്തിട്ട് ഉണക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.